ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകാരോഗ്യ സംഘടന ലോക മുലയൂട്ടൽ വാരമായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് മുലയൂട്ടലിനെ പറ്റി നമുക്ക് സമൂഹത്തിലുള്ള പല ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ തീർക്കാനായിട്ട് നമ്മളോടൊപ്പം എന്നുള്ളത് ഡോക്ടർ ശില്പയാണ്. ശില്പേച്ചി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ OBG ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ റെസിഡൻ്റാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മുലയൂട്ടൽ വാരം ആചരിക്കാനുള്ള കാരണം? ഈ മുലയൂട്ടലിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് മുലയൂട്ടൽ കൊണ്ട്? നമ്മളെല്ലാ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ ലോകാരോഗ്യ സംഘടനയെല്ലാം ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ് എല്ലാ വർഷവും നമ്മൾ മുലയൂട്ടൽ വാരമായിട്ട് ആചരിക്കുക. അപ്പോൾ പണ്ടെല്ലാം നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്നത്തെ പല പുതിയ ഒരുപാട് പഠനങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ മുലയൂട്ടൽ എന്ന് പറയുന്നത് കേവലം കുട്ടിക്ക് കിട്ടുന്ന ഒരു ഭക്ഷണം എന്നുള്ളത് മാത്രമല്ല, അമ്മയ്ക്കും കുട്ടിക്കും ഒരുപോലെ വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു സാധനമാണ് എന്നാണ് നമ്മൾ പുതിയതായിട്ടുള്ള പഠനങ്ങളെല്ലാം തെളിയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുറേ ഗുണങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ കുട്ടിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ഉണ്ട്. അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇന്ന് വളരെയധികം നമ്മൾ കണ്ടുവരുന്നതാണ്. നമ്മൾ പല ആത്മഹത്യകൾ പോലും കാണുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പരിധി വരെ ഒരു പ്രതിവിധി നമുക്ക് മുലയൂട്ടലിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നാണ് ആ മേഖലയിൽ നിന്നുള്ളവരെല്ലാം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അമ്മയും കുട്ടിയും തമ്മിലുള്ളൊരു ബന്ധം, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അമ്മയും കുട്ടിയും തമ്മിലുള്ള റാപ്പോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മുലയൂട്ടൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം നിലനിൽക്കുന്നതാണ് ഈ പ്രസവകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുവേണ്ടി വയറ് ചുരുങ്ങാനെല്ലാം വേണ്ടി തുണിയെല്ലാം വലിച്ചു കെട്ടുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ മുലയൂട്ടുമ്പോൾ കുട്ടി സക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അമ്മയുടെ ഹോർമോൺസിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണുകൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ പ്രസവാനന്തരം ഗർഭപാത്രം ചുരുങ്ങാൻ വേണ്ടി സഹായിക്കുന്നുണ്ടെന്നാണ്. ഇത്രയും ഗുണങ്ങൾ അത് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും ഒരു പെർഫെക്റ്റ് ഡയറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തൊക്കെ വേണോ അങ്ങനെ ഓൾ ഇൻ വൺ ഫോർമുല പോലെയാണ് സത്യത്തിൽ മുലപ്പാലുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം. ഈ തുടക്കം പ്രസവിച്ച ഉടനെയുള്ള മുലപ്പാൽ പോലെയല്ല ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള മുലപ്പാൽ. അപ്പോൾ ഓരോ കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും, അതായത് ജനിച്ച ഉടനെ, ഒരാഴ്ച കഴിയുമ്പോൾ, 1 മാസം കഴിയുമ്പോൾ, അപ്പോഴൊക്കെ കുട്ടിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് അമ്മയുടെ ശരീരത്തിൽ മുലപ്പാൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം വരുന്ന പണ്ടൊക്കെ ആദ്യത്തെ പാല് കൊടുക്കരുതെന്നൊക്കെ നമ്മുടെ നാടുകൾ പറയുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ആദ്യത്തെ വരുന്ന പാല് കൊളസ്ട്രോം എന്ന് പറയും. അത് വളരെയധികം കുട്ടിക്ക് പ്രതിരോധശേഷിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി വളരെ സഹായകമായിട്ടുള്ള സാധനമാണ്. എന്ത് തന്നെ ആയാലും നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ട ഒന്നാണ് കൊളസ്ട്രോം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന പാല്, ആ പാലിൽ തന്നെ നമ്മൾ ഫോർ മിൽക്കും ഹൈൻ മിൽക്കും ഉണ്ട്. ഫോർ മിൽക്ക് എന്ന് പറയുന്നത് വളരെ നേർത്ത പാലാണ്. അത് കുട്ടിയുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്യും. ഹൈൻ മിൽക്ക് വിശപ്പിനും വളരെ ഉപകാരപ്രദമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് കിട്ടുന്ന എല്ലാ ന്യൂട്രിയൻസും തന്നെ പാലിലുണ്ട്, ഈ മുലപ്പാലിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടിക്ക് മുലയൂട്ടണം. അത് അപ്പോഴത്തെ ഒരു കുട്ടിയുടെ ഒരു വിശപ്പ് മാറുക എന്നുള്ളതിലപ്പുറം ദീർഘകാലമായിട്ടുള്ള കുട്ടിയുടെ ആരോഗ്യത്തെയും അത് നല്ല രീതിയിൽ ബാധിക്കും. കുട്ടിക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടിയുടെ വയറിലെ ബാക്ടീരിയകളെല്ലാം വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് മുലപ്പാൽ വളരെ സഹായകരമാണ്. നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ഒരുപാട് കുട്ടികൾ മരിക്കുന്നതെല്ലാം ഡയറിയ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതിനെല്ലാം നല്ലൊരു പ്രതിവിധിയാണ് ബ്രസ്റ്റ് ഫീഡിങ് എന്നത്. വളരെ പിന്നീട് ഭാവിയിൽ 40-50 വയസ്സാകുമ്പോൾ ഷുഗർ, പൊണ്ണത്തടി ഇതിനെല്ലാം എതിരെ പോലും ചെറുപ്പത്തിൽ മുലപ്പാൽ കുടിച്ച കുട്ടികൾക്ക് കൂടുതൽ പ്രതിരോധ ശേഷിയുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അമ്മയ്ക്കും കുട്ടിക്കും വളരെ ഉപകാരപ്രദമാണ്. ഈ മുലയൂട്ടുന്നതിൻ്റെ ശരിക്കുള്ള രീതി എങ്ങനെയാണ്? അല്ലെങ്കിൽ മുലപ്പാൽ നമ്മൾ എത്ര കാലം വരെ കൊടുക്കണം, എത്ര കാലം വരെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ എന്താണ്? മുലപ്പാലിനെ കുറിച്ച് എത്ര കാലം, അത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. എങ്ങനെ മുലയൂട്ടും, എത്ര കാലം മുലയൂട്ടും എന്നുള്ളതെല്ലാം. നമ്മൾ ഏറ്റവും ഇപ്പോൾ ലോകാരോഗ്യ സംഘടന എല്ലാം മാനദണ്ഡങ്ങൾ പ്രകാരം എത്ര നേരത്തെ, ജന്മശേഷം എത്ര നേരത്തെ കുട്ടിക്ക് മുലപ്പാൽ ലഭ്യമാക്കാൻ പറ്റും അത്രയും നേരത്തെ അത് കൊടുക്കണം എന്നുള്ളതാണ്. ഒരു സാധാരണ പ്രസവമാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിലും, സിസേറിയൻ ആണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ആണെങ്കിൽ നല്ലത്. എന്തായാലും 2-3 മണിക്കൂറിനുള്ളിലും നിർബന്ധമായിട്ടും കുട്ടിയെ പാല് കുടിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോം എന്ന് പറയുന്ന ഏറ്റവും പ്രതിരോധശേഷിക്കൊക്കെ വേണ്ട മുലപ്പാൽ കുട്ടിക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് തൊട്ട് 6 മാസം വരെ കുട്ടിക്ക് മുലപ്പാൽ മാത്രം കൊടുക്കുക. അതിനുശേഷം 2 വയസ്സ് വരെ മറ്റ് ഭക്ഷണങ്ങളുടെ ഒപ്പം കുട്ടിക്ക് മുലപ്പാൽ കൂടെ കൊടുക്കണം എന്നുള്ളതാണ്. 6 മാസം വരെ മുലപ്പാൽ മാത്രം, അതിനുശേഷം 2 വയസ്സ് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം.
ഇപ്പോൾ ഈ 6 മാസം വരെ മുലപ്പാൽ തന്നെ നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല അമ്മമാരും ജോലി ചെയ്യുന്ന അമ്മമാരായിരിക്കും. അപ്പോൾ ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുട്ടീനെ എങ്ങനെയായിരിക്കും നമുക്ക് മുലയൂട്ടാൻ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ജോലി എടുക്കുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടൽ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതിനും ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ബ്രസ്റ്റ് പമ്പ്, പണ്ടെല്ലാം കൈകൊണ്ട് മുലപ്പാൽ പിഴിഞ്ഞെടുക്കലായിരുന്നു. അപ്പോൾ കിട്ടുന്ന പാലിൻ്റെ അളവെല്ലാം വളരെ കുറവായിരിക്കും. പക്ഷേ ഇപ്പം നല്ല നല്ല ബ്രസ്റ്റ് പമ്പുകളെല്ലാം വിപണിയിലുണ്ട്. അപ്പം ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയും. ആ മുലപ്പാൽ പിഴിഞ്ഞു വെച്ചതിന് ശേഷം അത് കുട്ടിക്ക് കൊടുക്കാം. അപ്പോൾ അത് പുറത്തൊരു റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ ഒരു 4 മണിക്കൂർ വരെ നമുക്ക് ആ പാൽ ഉപയോഗിക്കാം. അതേസമയം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1-2 ദിവസം വരെ അത് ഉപയോഗിക്കാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 മാസം വരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതി ഒരുപാട് അമ്മമാർ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് വലിയ കുറവൊന്നുമില്ലാതെ നേരിട്ട് കുടിക്കുന്നതിൻ്റെ അത്ര പൂർണ്ണ 100% ആ ഗുണം കിട്ടില്ലെങ്കിലും ഒരു 95% അതേ ഗുണങ്ങളോട് കൂടെ തന്നെ കുട്ടിക്ക് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉറപ്പാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു സാധ്യതയാണ്. ഇപ്പോൾ പുതിയ ഈ കാലഘട്ടത്തിന് വേണ്ടൊരു മെത്തേഡാണത് എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. പല അമ്മമാരുടെ സംശയമാണ്, ഇപ്പോൾ കുട്ടിക്ക് വേണ്ട പാല് കിട്ടുന്നുണ്ടോ, പാല് കുറവാണോ, അതൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അതിപ്പോൾ നമ്മൾ വാർഡിലെല്ലാം റൗണ്ട്സെടുക്കുമ്പോൾ ആദ്യത്തെ പ്രസവിച്ചതിൻ്റെ ആദ്യ ദിവസം തന്നെ അമ്മമാർ പറയും കുട്ടി തീരെ പാല് കുടിക്കുന്നില്ല, തീരെ പാല് വരുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ കുട്ടിയും ജനിച്ച ഉടനെ കുട്ടി പാല് കുടിക്കാനും പഠിച്ചു വരേണ്ടതായിട്ടുണ്ട്. അതിന് ലാച്ചിങ് എന്ന് പറയും. കറക്റ്റായിട്ട് കുട്ടി പാല് കുടിക്കുന്നുണ്ടോ എന്നുള്ളത് അത് നമുക്ക് അമ്മയും കുട്ടിയും കൂടെ ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആ മുല നെട്ട് മാത്രമായി കുടിക്കുമ്പോൾ, നിപ്പിൾ മാത്രമായി കുടിക്കുമ്പോഴാണ് പലപ്പോഴും പിന്നെ നിപ്പിൾ ക്രാക്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം മെരിയോള എന്ന് പറയും. അപ്പോൾ ആ ഭാഗം മുഴുവനായിട്ട് കുട്ടിയുടെ വായിൽ എത്തിയതിന് ശേഷം അങ്ങനെയാണ് കുട്ടിയെ സക്ക് ചെയ്യാൻ ആദ്യം തൊട്ട് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ജനിച്ച ദിവസങ്ങളിലൊക്കെ എല്ലാ 2 മണിക്കൂർ ഇടവിട്ട് കുട്ടിക്ക് പാല് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ആദ്യത്തെ 1-2 ദിവസം കുട്ടിക്ക് ഒരു 10 ml അത്രയ്ക്കേ പാൽ ആവശ്യം വരുള്ളൂ. പിന്നെ കുട്ടി വളരുന്നതിനനുസരിച്ചിട്ടാണ് പാല് കൂടുതൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും തന്നെ ആദ്യത്തെ ദിവസത്തെ പാലല്ല അമ്മയ്ക്ക് നോർമലി തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മ നല്ലോണം വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം പറയുന്നുണ്ട് വെള്ളം കുടിച്ചാൽ വയറ് ചുരുങ്ങില്ല എന്നുള്ള മിഥ്യാധാരണകളൊക്കെ നമ്മുടെ നാട് നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. അമ്മ പ്രസവശേഷം ഒരു 2-3 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും നല്ല രീതിയിൽ അമ്മയ്ക്ക് വെള്ളം കിട്ടിയാൽ മാത്രമേ അമ്മയ്ക്ക് മുലപ്പാൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അമ്മ വെള്ളം കുടിക്കുക, നല്ല പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയാൽ ഒരുവിധം അമ്മമാരെല്ലാം പ്രസവിച്ച സ്ത്രീകൾക്കെല്ലാം തന്നെ അവരുടെ കുട്ടിയെ മുലയൂട്ടാനുള്ള മുലപ്പാൽ പ്രകൃതിദത്തമായിട്ട് തന്നെ ഉണ്ടാവും. അതിൽ ചിലർക്ക് മാത്രമാണ് ചില കുറവുകളും മറ്റുമെല്ലാം വരുന്നത്. ഇതാണ് കറക്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ കുട്ടി ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു 6-7 വട്ടം മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ, കുട്ടിയുടെ തുണി 6-7 വട്ടം മാറ്റേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വല്ലാണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈ മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതുപോലെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ മുലയൂട്ടുന്ന അമ്മമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അപ്പോൾ ധാരാളം വെള്ളമുള്ളത് പഴവർഗ്ഗങ്ങൾ അതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നിലക്കടല, പയർ, ഇലക്കറികൾ അങ്ങനത്തെ ഭക്ഷണങ്ങളും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ ഏറ്റവും മത്തി, അയില പോലെയുള്ള മത്സ്യങ്ങൾ, ഒരുപാട് വിലയില്ല എന്നാൽ അത്തരത്തിൽ ചെറു മത്സ്യങ്ങൾ അതെല്ലാം ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഉപകാരപ്രദം. പാല് ഉൽപ്പാദനത്തിന് വളരെ നന്നായിട്ട് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ശീലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലധികം ഇല്ല, പക്ഷെ വിദേശ രാജ്യങ്ങളിലും മറ്റുമെല്ലാം മദ്യത്തിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ പുകവലി, അത് അമ്മയുടെ പുകവലി മാത്രമല്ല പാസീവ് സ്മോക്കിങ്ങും കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. വീട്ടിൽ മറ്റുള്ളവർ പുകവലിക്കുന്നത് പോലും ഈ മുലയൂട്ടുന്ന അമ്മമാരും ചെറിയ കുട്ടികളും വീട്ടിലുണ്ടെങ്കിൽ അവരെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ അത്തരം ശീലങ്ങളെല്ലാം എല്ലാവരും പരമാവധി ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നല്ല പ്രോട്ടീൻ അടങ്ങിയ നല്ല ആരോഗ്യപ്രദമായ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കുക. ഫാസ്റ്റ് ഫുഡ് കമ്പാരിറ്റീവ്ലി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ മറ്റു രോഗങ്ങളുള്ള അമ്മമാരുണ്ടാവും, അപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ എടുക്കുന്ന അമ്മമാർ അവർക്ക് ഈ മുലയൂട്ടുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാറ്റഗറി മരുന്നുകളുണ്ട്. ചിലപ്പോൾ ഗർഭകാലത്ത് പറ്റുന്ന മരുന്നുകൾ മുലയൂട്ടുന്ന സമയത്ത് പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്.
അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡോക്ടറെ കണ്ട മരുന്നുകളിൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ടി വരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അതുപോലെ തന്നെ TB ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, ഇനി HIV പോലെയുള്ള രോഗങ്ങളെല്ലാം അമ്മമാരാണെങ്കിൽ അതിനുപയോഗിക്കുന്ന ചില മരുന്നുകൾ, മറ്റ് ഇമ്മ്യൂണോ സപ്രസൻറ്റുകൾ, അങ്ങനെ ചില മരുന്നുകൾക്കെല്ലാം ഈ മുലയൂട്ടുമ്പോൾ അത് മുലപ്പാലിലൂടെ കുഞ്ഞിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അങ്ങനത്തെ സ്പെഷ്യൽ കേസുകളിൽ ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിൽ വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്താം, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് മരുന്നുകൾ ഉപയോഗിക്കാം, അങ്ങനെയെല്ലാം ചെയ്യാം. എങ്കിലും ജനറലി ഒരുവിധം മരുന്നുകൾക്കൊന്നും ബ്രസ്റ്റ് ഫീഡിങ്ങിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ അമ്മമാരില്ലാത്ത കുട്ടികൾ, അതായത് പ്രസവത്തോടനുബന്ധിച്ച് അമ്മ മരിക്കുകയോ അങ്ങനത്തെ കുട്ടികളിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ മുലയൂട്ടലിൻ്റെ അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ ഗുണങ്ങൾ നമുക്ക് ആ കുട്ടികളിലോട്ട് എങ്ങനെ എത്തിക്കാൻ സാധിക്കും? മുലയൂട്ടലിനെ പറ്റി പറയുമ്പോൾ അതൊരു ശരിക്കും ഒരു പ്രതിസന്ധിയാണല്ലോ. കാരണം ഒരുപാട് കേസുകളിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ മാതൃമരണ നിരക്കൊക്കെ ഒരുപാട് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് കുട്ടികൾക്കെങ്കിലും അവരുടെ ജനനത്തോടുകൂടി അമ്മയെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിൽ അതുപോലെ തന്നെ മറ്റ് പീഡനങ്ങളുടെ എല്ലാം ഭാഗമായിട്ടുണ്ടാവുന്ന കുട്ടികൾ, അപ്പം അത്തരം സമയങ്ങളിലെല്ലാമാണ് നമുക്ക് ഇങ്ങനൊരു പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് മിൽക്ക് ബാങ്കുകൾ, മുലപ്പാൽ ബാങ്കുകൾ ഇന്ന് കേരളത്തിൽ വളരെയധികം പ്രചാരത്തിലേറി വരുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ മിൽക്ക് ബാങ്ക് നമ്മുടെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്താണ്. ആ മിൽക്ക് ബാങ്ക് നിന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുട്ടിക്ക് വേണ്ട അളവിൽ, അത് 1 ml തൊട്ട് 20, 30, 40 ml വരെയെല്ലാം പല അളവിലായിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഈ മുലപ്പാൽ ദാതാക്കളിൽ നിന്ന് വാങ്ങി അവിടുത്തെ ശീതീകരിച്ച് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള പാല് ലഭ്യമാക്കുന്നുണ്ട്. അത് ഒരു വളരെ മുന്നോട്ട് മുലപ്പാലിൻ്റെ ഇത്രയും ഗുണമേന്മകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. മിൽക്ക് ബാങ്കുകളിലൂടെ അത്തരം പ്രശ്നങ്ങൾക്കുള്ളൊരു പ്രതിവിധി നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുലയൂട്ടലിനെ പറ്റി സമൂഹത്തിൽ ഇപ്പോഴും പല മിഥ്യാധാരണകളും നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് ജനിച്ച ഉടനെ കുട്ടികൾക്ക് തേൻ കൊടുക്കുക, പല പുണ്യജലങ്ങളും കൊടുക്കുക, അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ മുലയൂട്ടുന്നതിന് എന്തോ ഒരു സോഷ്യൽ സ്റ്റിഗ്മയെ കാണുന്ന സമൂഹം ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാരുകളും ലോകാരോഗ്യ സംഘടനയൊക്കെ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ഭാഗമായി ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് പോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പദ്ധതികൾ നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഇതേപോലെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില തീർത്ഥജലം എന്നൊക്കെ പറഞ്ഞ് ചില ഇത് ആദ്യം കുട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ തേൻ കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇന്നും പല സമൂഹങ്ങൾക്കിടയിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു അവബോധമില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ് ഇപ്പോൾ. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതങ്ങൾ ഭയങ്കര. കാരണം തേൻ പോലെയുള്ള ഇത് കൊടുക്കുമ്പോൾ തേനിൽ ബോട്ടിലിനം ടോക്സിൻ പോലെയുള്ള ടോക്സിനുകൾ അടങ്ങിയിട്ട് അതെല്ലാം കുട്ടിയുടെ ജീവന് തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് നമ്മൾ സമൂഹത്തിനകത്ത് നടത്തേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കരുത്, വയറ് ചുരുങ്ങില്ല എന്ന് പറയുന്ന വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വെള്ളം കുടിക്കുന്നത് വയറ്റിലേക്കാണ്, അതേസമയം കുട്ടി പോയിട്ടുള്ളത് ഗർഭപാത്രത്തിൽ നിന്നാണ്. ഈ വെള്ളം കുടിക്കുന്നതും വയറ് ചുങ്ങുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കുട്ടി പാല് കുടിക്കുന്നുണ്ടെങ്കിൽ ഗർഭപാത്രം ചുരുങ്ങും, ആ ഗർഭപാത്രം ചുരുങ്ങുന്നുണ്ടെങ്കിൽ വയറും ചുരുങ്ങും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ പറഞ്ഞ കുട്ടി പാല് കുടിക്കുകയാണ് അതിനെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലാതെ ഇത്തരം ധാരണകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും എല്ലാം ഇന്നും വളരെ സുലഭമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ബോധവൽക്കരണത്തിലൂടെ മാത്രമേ മാറ്റാൻ പറ്റൂ. ഹോസ്പിറ്റലുകളിൽ തുടങ്ങി നമുക്ക് അറിയുന്നവരിലേക്ക് നമ്മൾ വാമൊഴിയായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് മാത്രം കാലുകൾ കൊണ്ട് മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് മാറ്റാൻ കഴിയുന്നതല്ല ഇതൊന്നും. നമുക്കതിന് ശക്തമായിട്ടുള്ള ബോധവൽക്കരണം നമുക്ക് സമൂഹത്തിൻ്റെ ഇടയ്ക്ക് നടക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ മറ്റൊന്നാണ് പൊതുസ്ഥലങ്ങളിൽ മുലയൂട്ടുന്ന അമ്മമാർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി. ഇപ്പോൾ എത്ര നമ്മൾ ട്രെയിനിലായാലും ബസ്സിലായാലും ഒക്കെ മറച്ചു വെച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലായിടത്തും ബ്രസ്റ്റ് ഫീഡിങ് മദർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാക്കുക സൊസൈറ്റിയിൽ എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ അതിനെതിരെ ഒരു അവബോധം, ഇതേപോലെ ബോധവൽക്കരണവും അവബോധവും തന്നെയാണ് അതിലും വേണ്ടത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലും എല്ലാം പാർലമെൻറ്റിലിരുന്ന കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന പാർലമെൻറ്റ് അംഗങ്ങളെ വരെ നമ്മൾ വികസിത രാജ്യങ്ങളിൽ കാണുകയും നമ്മളതിന് സോഷ്യൽ മീഡിയയിൽ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അപ്പോൾ അതിനെ ഒരു രീതി നമ്മുടെ സമൂഹത്തിനിടയ്ക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും
ഇത്തരം അവബോധ നിർമ്മിതിയിലൂടെ മാത്രം നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് എന്താണ് നമുക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ ഈ വർഷത്തെ മുലയൂട്ടൽ വാരത്തിൻ്റെ മോട്ടോ തന്നെ പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിങ്, ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായിട്ട് സമൂഹത്തിലെ ബോധവൽക്കരണം തന്നെയാണ്. ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ മുലപ്പാൽ ഉപയോഗത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി അല്ലെങ്കിൽ മുലപ്പാലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മാത്രമല്ല, മറ്റ് ചില പരിപാടികളുടെ ഭാഗമായിട്ടും ഇത് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബസൂത്രണത്തെ പറ്റിയെല്ലാം നമ്മൾ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഈ ലാക്ടേഷൻ അമിനോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം തന്നെ ഇതിലുണ്ട്. കാരണം കോൺട്രാസെപ്ഷൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡുകളിൽ ഒന്നാണ് ലാക്ടേഷൻ അമിനോറിയ. ജനിച്ച ആദ്യത്തെ ഒരു 6 മാസം കുട്ടിക്ക് മുലപ്പാൽ മാത്രം കൊടുക്കുന്ന അമ്മമാർ ആ സമയത്ത് വീണ്ടും ഗർഭം ധരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു സ്പെർമൈൻ മെത്തേഡ്സിൻ്റെ അത്രയൊന്നും വരില്ലെങ്കിൽ പോലും ഒരു മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആയിട്ട് കൂടെ നമുക്ക് ഈ ലാക്ടേഷൻ അമിനോറിയ ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിൽ മറ്റു കാര്യങ്ങൾക്കും ഈ മുലയൂട്ടൽ പോലെയുള്ള കാര്യങ്ങൾ ഉപകാരപ്രദമാവും. കുട്ടികൾ വലുതാവുമ്പോൾ അവർക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ പോലും ഈ മുലയൂട്ടലിന് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും. അമ്മയ്ക്ക് ഇന്ന ഗുണങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ അതുപോലെ തന്നെ സമൂഹത്തിലെ മിഥ്യാധാരണകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ആൾ പറയുന്നതും ഒരു ഡോക്ടർ പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ആ മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരവസ്ഥ. അല്ലെങ്കിൽ 20 വയസ്സിൽ 25 വയസ്സുള്ള ഒരാൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം, പണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ചില മാറ്റങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ബോധവൽക്കരണമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും. അത് ആദ്യം നിങ്ങളെ ബോധവൽക്കരിക്കുക, പിന്നീട് നിങ്ങളുടെ വീട്ടിലത് നടപ്പാക്കുക, പിന്നീട് സമൂഹത്തിലേക്ക് ഇറങ്ങുക. അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നമുക്ക് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാം. അത്തരത്തിൽ നല്ലൊരു മുലപ്പാൽ എല്ലാ കുട്ടികളുടെയും അവകാശമാണ്. അത് നമ്മൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ശ്രമിക്കേണ്ടത് ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികളും അടങ്ങുന്ന മെഡിക്കൽ സമൂഹം തന്നെയാണ്. മുലപ്പാലിനെ പറ്റിയും മുലയൂട്ടലിനെ പറ്റിയും ഈ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മളോടൊപ്പം സംസാരിച്ച ശില്പിച്ചിക്ക് നന്ദി. അതോടൊപ്പം മുലപ്പാൽ എല്ലാ കുട്ടികളുടെയും അവകാശമായി കണ്ടുകൊണ്ട് നമുക്കൊന്നിച്ച് നല്ലൊരു സമൂഹം വാർത്തെടുക്കുന്നതിനായി പ്രവർത്തിക്കാം.